തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ ഹിന്ദു വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കവുമായി സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് സംസ്ഥാന സർക്കാർ ആദരിക്കുന്നത്. വൈകിട്ട് അല്പസമയത്തിനകം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് അമൃതാനന്ദമയിയെ ആദരിക്കുക. SNDPയെയും NSSനെയും ഒപ്പം നിർത്തിയതിന് പിന്നാലെയാണ് അമൃതാനന്ദമയിയെയും കൂടെ നിർത്താനുള്ള ശ്രമം. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ചടങ്ങ് ആരംഭിച്ചോ? രഞ്ജിത്തെ, സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു വലിയ നീക്കത്തിന്റെ, അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ട് നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. ഫലത്തിൽ ഇത് ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികം, ആ രജത ജൂബിലി ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ അമൃതാനന്ദമയി ആദരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരവ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2 മുതിർന്ന മന്ത്രിമാർ തന്നെ അമൃതാനന്ദമയിയെ ഇങ്ങനെ ഒരു ആദരവ് നൽകുമ്പോൾ സ്വാഭാവികമായും അമൃതാനന്ദമയി മഠവുമായി ചേർന്നാണ് സർക്കാർ നിൽക്കുന്നത്, ഇടതുമുന്നണി നിൽക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. എങ്ങനെയാണോ നേരത്തെ തന്നെ ഒപ്പം നിന്ന SNDPയും KPMSനും ഒപ്പം മറുപക്ഷത്തായിരുന്ന NSSനെ അടക്കം അയ്യപ്പ സംഘം വഴി സ്വന്തം പക്ഷത്തെ കൊണ്ടുവരികയും പരസ്യമായി തന്നെ G സുകുമാരൻ നായരെ കൊണ്ട് ഇടതുമുന്നണിക്ക് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത ഒരു പടി എന്നുകൂടി കരുതണം. അമൃതാനന്ദമയുമായി പല ഘട്ടത്തിലും CPMന്റെ നേതാക്കളുമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായ വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട്. 2014 അമൃതാനന്ദമയി മഠത്തിലെ അവിടെ നിന്ന് വിട്ടുപോയ ഒരു അന്തേവാസിയെ ഇംഗ്ലണ്ടിലെത്തി ഇന്റർവ്യൂ നടത്തി അത് കൈരളി TV നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. അന്ന് അകൽച്ച ഉണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇടതുമുന്നണി ചേർത്ത് പിടിക്കുകയും അവർക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സന്ദേശം ജനങ്ങൾ കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെയൊക്കെ കൂടി ഫലമാണ്. ഒപ്പം അമൃതാനന്ദമയി മഠവും കഴിഞ്ഞ കുറച്ചു കാലമായി നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്ന BJPയുമായി അത്ര സുഖകരമായ ബന്ധത്തിലല്ല ഉണ്ടായിരുന്നത്. അവരും ഇങ്ങനെ ഒരു സ്വീകരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവണം എന്നുള്ളൊരു നിലപാട് അമൃതാനന്ദമയി മഠത്തിനും ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം കൂടിയാണ് ഈ സ്വീകരണത്തിന്. സാധാരണ ഒരു ഐക്യരാഷ്ട്രസഭയിൽ പോയി അമൃതാനന്ദമയി സംസാരിച്ചതിൻ്റെ 25ാം വാർഷികം എന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി അടങ്ങുന്നതാണ് ഇന്ന് അല്പസമയത്തുള്ളിൽ നടക്കുന്ന ഈ സ്വീകരണ ചടങ്ങ്. ശരി കിരൺ.